നമസ്കാരം. നാട്ടുവാർത്ത എന്നെത്തി നിൽക്കുന്നത് കേവലം 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിന് ഉടമയായ സായി കൃഷ്ണയുടെ ഭവനത്തിലാണ്. സായി കൃഷ്ണയുടെ വിശേഷങ്ങളും കഴിവുകളുമൊക്കെ കുടുംബത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. ചക്രം, ജനൽ, രണ്ട് കൂടം, ഇത് ഊഞ്ഞാല്. ഇതെന്താ? ഇത് പശു. പശു ആണോ അത്? ഇതോ? ഇത് അല്ല. ഇല്ല. ഇതോ? ഇത് മാംഗോ, ഓറഞ്ച്, ബനാന. ബനാന ഇങ്ങനെ സായി കൃഷ്ണ കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ ചിറത്തലയ്ക്കൽ ഗോകുൽ കാവ്യ ഗോകുൽ ദമ്പതികളുടെ മകൻ. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള സായി കൃഷ്ണ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കുകയും ഓർമ്മിച്ചു പറയുകയും ചെയ്യും. അപൂർവ കഴിവിന് സായി കൃഷ്ണയെ തേടിയെത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. സായി എന്ന കുരുന്നിന്റെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നമസ്കാരം. സായിയുടെ അമ്മയാണ്. പേര്? കാവ്യ. കാവ്യ. ഹസ്ബൻഡ്? ഗോകുൽ. ഗോകുൽ. ഡ്രൈവറാണ്. ഡ്രൈവർ. നാട്ടിലുണ്ടോ അതോ? എറണാകുളത്തുണ്ട്. എറണാകുളത്ത്. അപ്പം വലിയൊരു വിശേഷം കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. മോൻ എങ്ങനെയാണ് ഈ ഒരു റെക്കോർഡൊക്കെ കിട്ടാൻ തക്ക പാകത്തിനാക്കാൻ അവനെ ആരാണ് പ്രചോദനം, അല്ലെങ്കിൽ അവൻ്റെ ആ കഴിവുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്? ഏത് പ്രായം മുതലാണ്? കുഞ്ഞിലെ അവൻ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിന് മറുപടിയായിട്ട് തിരിച്ചത് പറയുമായിരുന്നു. അങ്ങനെ ഒരു വയസ്സ് മുതലൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കൂടെ ജോലി ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാൻ വരും. അപ്പം ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് തുടങ്ങിയതാണ്. പിന്നെ അത് കൂടുതലായിട്ട് ഇതാക്കി വന്ന് ചെയ്യുന്നതെല്ലാം പറയുന്നതും എല്ലാം കൂടി വന്നപ്പോഴാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അതിന് വെറുതെ അപ്ലൈ ചെയ്തതാണ്. കിട്ടുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു. അങ്ങനെ കിട്ടി, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. അങ്ങനെ 2.5 വയസ്സുകാരനായ നമ്മുടെ സായി കൃഷ്ണ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാൻ ഏതോ 15 ഐറ്റംസ് ആണ് അവൻ സെലക്ട് ചെയ്തതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? മലയാള മാസങ്ങൾ പറയും, ഇംഗ്ലീഷ് മാസങ്ങൾ, പിന്നെ നമ്മളെ ABCD പറയും. കൗണ്ടിങ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൗണ്ട് ചെയ്യും. 1 to 10 കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ അക്ഷരമാലയിലെ ഓരോ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളെല്ലാം പറയും. പിന്നെ ഇംഗ്ലീഷ് സോങ്, മലയാളം സോങ്, അങ്ങനെ വെജിറ്റബിൾസിൻ്റെ പേര്, ഫ്രൂട്ട്സിൻ്റെ പേര്, അങ്ങനെ 15 കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. തുടങ്ങട്ടെ. ഏകദേശം ഒരു വയസ്സ് പ്രായമൊക്കെ ആയപ്പോഴത്തേനാണ് അവന് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കി തുടങ്ങിയത് അല്ലേ? അപ്പം ആദ്യമൊക്കെ ഇവ എങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മ സൂക്ഷിച്ചിരുന്നത്? ഓരോ അവയവങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഞാൻ ഓരോ പാട്ടുകളൊക്കെ പാടുമ്പോൾ അവൻ അത് തിരിച്ച് ഓരോ വാക്കുകളായിട്ട് പറയുമായിരുന്നു. എല്ലാം അറിഞ്ഞൂടെങ്കിലും ചില വാക്കുകൾ ഇടയ്ക്കുള്ളത് എടുത്ത് പറയുമായിരുന്നു. പിന്നെ അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഓരോ വാക്കുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു ബുക്ക് വാങ്ങിച്ച്, നമ്മളെ 5 വടി പോലത്തെ ഒരു ബുക്ക് വാങ്ങിച്ച് ഓരോന്ന് തൊട്ട് കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ചോദിക്കുമ്പോൾ അവനത് തൊട്ട് കാണിക്കും. പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങി. കുച്ചിരി പൂത്തേ പാലുവാണ് കുതിച്ചു കുരി പൂത്തേ പട്ടി തിന്നരേ പാല തന്നിട്ടും പാലും അമ്മ അതെ ഇങ്ങനെ അങ്ങനെ പറ. എങ്ങനെയാണ് മോൻ്റെ ഒരു ദിനചര്യയൊക്കെ? എങ്ങനെയാ അവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ കൃത്യസമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവന് എപ്പോഴാണ് ഇഷ്ടം എല്ലാം അതേ കണക്ക് അങ്ങനെ ചെയ്യും. ഇന്ന് എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ടൊരു ഇതില്ല. ഇന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഓരോ മാറ്റങ്ങളാണ്. ആരുമായിട്ടായിരിക്കും അവൻ കൂടുതലൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്? അമ്മൂമ്മയായിട്ടാണ്. അവന്റെ മുത്തശ്ശി. അമ്മൂമ്മയും അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മൂമ്മയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ പഴമയെ കുറിച്ചും ഒക്കെ അവന് കുറച്ച് അറിവ് കാണുമായിരിക്കും അല്ലേ? പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ അവനുമായിട്ട് കുറെ ഇന്ററാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ പുള്ളിക്കാരൻ കളിക്കുന്നതിന്റെ ഒരു തിരക്കിലാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മകൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പം അതവൻ അത് റിപ്പീറ്റ് ചെയ്തും പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും അത് ഓർത്തെടുത്ത് പറയുമ്പോഴത്തേനാണ് മോൻ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്.
അതുപോലെ തന്നെ ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ കാര്യവും അതെങ്ങനെയാണ് അതിലേക്ക് എത്താനുള്ളൊരു പ്രചോദനം എന്താണ്? പ്രചോദനമായിട്ടൊന്നുമില്ല, ഞാൻ റീൽസ് കണ്ടപ്പോൾ അങ്ങനെ ഒരു ചെറിയ റീല് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ആപ്ലിക്കേഷൻ ഒന്ന് അയച്ചു നോക്കി, കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് അയച്ചതാ. അല്ലാതെ വേറെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് വേറെ ആൾക്കാർക്ക് കിട്ടിയത് കണ്ടിട്ട് അങ്ങനെയാണ് ഇത് ഇവിടെ എത്തിയത്. സായിയെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ ആരൊക്കെയാണ് സായിക്കൊപ്പം വീട്ടിലുള്ളത്? വീട്ടിലുള്ളത് ഞാൻ, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഹസ്ബൻഡ് എറണാകുളത്താണ്. പിന്നെ അമ്മൂമ്മയുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുണ്ട്, ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്, ഇവിടെ ഇടയ്ക്കേ വരാറുള്ളൂ. പിന്നെ അമ്മയുണ്ട്, പിന്നെ എൻ്റെ ഒരു അനിയനുണ്ട്. അമ്മേ നമസ്കാരം. ഞങ്ങള് കുഞ്ഞുമോൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടിങ്ങനെ ജസ്റ്റ് അവനെ ഒന്ന് കണ്ട് വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നതാ. അപ്പം സായിയുടെ അമ്മ കാവ്യ ഇങ്ങനെ പറയുകയുണ്ടായി, കാവ്യ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറെ അവന് അമ്മുമ്മയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അപ്പൊ എങ്ങനെയാണ് അവ അത് മനസ്സിലാക്കുന്നതൊക്കെ? കുഞ്ഞിലെ തന്നെ അവന് ഇതിനുള്ളൊരു കഴിവുണ്ടെന്ന് തോന്നി. അപ്പം നമ്മൾ കാണുന്നതെല്ലാം പറഞ്ഞു നോക്കി. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം പറയുന്നത് തന്നെ പറയുമ്പം തന്നെ അവൻ എല്ലാം പറയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇതിനു വേണ്ടി. അമ്മുമ്മയായിട്ടാണ് ചങ്ങാത്തം ഇല്ലേ? ആ, എൻ്റെ കൂടെ ഇഷ്ടം എനിക്കും അങ്ങനെയാ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രശസ്തി പത്രമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഹൃദയം നിറഞ്ഞ ആശംസകൾ മോന്. മനസ്സ് നിറഞ്ഞ് തന്നെ പറയാം, അവൻ ഉയരങ്ങളിലെത്തും. ഇനിയും നല്ല രീതിയിൽ അവൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നാട്ടുവാർത്തയുടെ എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നു. ഇത്രയും നേരം നമുക്കൊപ്പം ചിരിച്ചും കളിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നത് സായി കൃഷ്ണയാണ്. സായി കൃഷ്ണയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പുതിയത് എന്തൊക്കെയോ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ തീർച്ചയായും സായി കൃഷ്ണയ്ക്കൊപ്പം വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു അതിഥിയുമായി നമുക്ക് കാണാം. അതുവരേക്കും സൈനം.